ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് നൂഡിൽസാണ്. ബീഫ് രണ്ട് വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇവിടെ ഞാൻ മിൻസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാമോളം അളവിലാണ് മിൻസ് ചെയ്ത് വാങ്ങിയിരിക്കുന്നത് ബീഫ്. ഇനി നമുക്ക് വേണ്ടത് നൂഡിൽസാണ്. വെജ് ഹക്ക നൂഡിൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ വെജ് ഹക്ക നൂഡിൽസ്. 2 സവാള മീഡിയം സൈസ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലട്ടൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സലാഡിലൊക്കെ ചേർക്കുന്ന ലട്ടൂസ്. ഐസ്ബർഗ് എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ക്യാരറ്റ് എടുത്തു. ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ വളരെ ലീനായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഷിംല മിർച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വലിയ എരിവുണ്ടാവില്ല അതിൽ. വെളുത്തുള്ളി ഒരു 5 അല്ലി ഇതുപോലെ സ്ലൈസാക്കി കട്ട് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിൽ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും വെജിറ്റബിൾ ഓയിലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. സോസുകൾ നമുക്ക് വേണം. ഇവിടെ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലിയാണിത്. അഥവാ ഇനി റെഡ് ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് ഓയിസ്റ്റർ സോസാണ്. ഓയിസ്റ്റർ സോസ് നമുക്ക് ഷോപ്പുകളിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്താൽ ഇത് നന്നായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കൂടാതെ UAE-യിലുള്ളവർക്കാണെങ്കിൽ കാരിഫോറിൽ നിന്ന് ഈ ഓയിസ്റ്റർ സോസ് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്, ഡാർക്ക് സോയ സോസ് വേണം. ഇതെല്ലാമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു കടായി വയ്ക്കാം. കടായിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് വെജിറ്റബിൾ ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം നമ്മളിവിടെ മിൻസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ബീഫ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരട്ടെ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ബീഫ് മിൻസ് വാങ്ങിക്കുമ്പോൾ ഒരൊറ്റ പീസായിട്ട് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഒരൊറ്റ പീസ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ അവരോട് പറഞ്ഞ് തന്നെ മിൻസ് ചെയ്യിക്കാം. അല്ലാതെ കറി പീസിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ മിൻസ് ചെയ്ത് എടുക്കുന്നതിലും നല്ലത് ഒരൊറ്റ പീസായിട്ട് വാങ്ങിക്കുന്നതാണ്. നല്ലപോലെ ഇപ്പോൾ നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ നന്നായി ഫ്രൈ ചെയ്ത് വന്ന ബീഫും സവാളയും എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള നന്നായി പേസ്റ്റായിട്ട് വഴറ്റരുത്. അതൊന്ന് വാടി കിട്ടാനേ പാടുള്ളൂ. പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഏകദേശമൊക്കെ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 5 അല്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്ലൈസായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. എപ്പോഴും നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെജിറ്റബിളൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് പെട്ടെന്നുള്ള ഒരു കുക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴും അടുത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വേണം. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വാടി കിട്ടിയാൽ മതി, വെന്ത് പോവരുത്. കണ്ടോ, ഇതുപോലെ നല്ല ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് കയ്യിലെടുക്കാതെ തവിയെടുക്കാതെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ലട്ടൂസ് ഇട്ട് കൊടുക്കാം. ലട്ടൂസ് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലട്ടൂസ് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ടേസ്റ്റിയാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ലട്ടൂസ് വളരെ നല്ലൊരു ഹെൽത്തി വെജിറ്റബിളാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഷിംല മിർച്ച് ഇട്ട് കൊടുക്കാം. എരിവില്ല ഷിംല മിർച്ചിന്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഒരു കാണാനുള്ളൊരു ഫ്രെയിം ബ്യൂട്ടി എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഏതായാലും നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. അടുത്തത് നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മറ്റൊരു ചട്ടി വയ്ക്കാം, കടായി വയ്ക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരേണ്ടതുണ്ട്. വെള്ളം ചൂടായി ഒന്ന് നൊര വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു
ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ കുത്തി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുത്തി തിളച്ച ശേഷം മാത്രമാണ് നമുക്ക് ഈ പറയുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിങ്സിൻ്റെ ഹക്ക നൂഡിൽസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതൊരു 3 ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു 5 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് നമ്മളിപ്പം ഉണ്ടാക്കുന്നത്. ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം തിളച്ച ശേഷം നമുക്കിതിൻ്റെ മൂടിയെടുത്ത് മാറ്റി എല്ലാം അടർത്തി ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കേണ്ട പാകമായിട്ടുണ്ട്. ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഊറ്റിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പ പാത്രത്തിലൊന്നും ഊറ്റി ചേർക്കുന്നില്ല, എടുത്ത് മാറ്റി വെക്കുന്നില്ല, വെള്ളത്തിൽ കഴുകിയൊന്നും. ജസ്റ്റ് നമ്മൾ ആ വെജിറ്റബിളിലേക്ക് അതേ ഫ്ലെയിം കത്തിച്ചിട്ട് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫ്ലെയിമിൽ തന്നെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു കടായി വയ്ക്കുക. അതിലേക്ക് നമ്മളിവിടെ വേവിച്ചെടുത്തിരിക്കുന്ന നൂഡിൽസ് ഊറ്റിയെടുത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാൻ വേണം ഉടനെ തന്നെ, അല്ലെങ്കിൽ ചേർന്ന് പിടിച്ചു പോകും ഇത്. അതുകൊണ്ടിട്ടാണ് വേവ് കൂടിപ്പോകുന്നതിന്. കണ്ടോ, ഇതിപ്പോൾ ഒന്നും തൊടാതെയാണ് നമുക്ക് വെന്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി നന്നായിട്ട് നമുക്ക് ഊറ്റി ഒഴിച്ചിട്ട് കൊടുക്കാം. നൂഡിൽസ് എല്ലാം നമ്മൾ വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് സോസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഓയിസ്റ്റർ സോസ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ സോസ് എടുത്തിരിക്കുന്നത്. ചില്ലി സോസ് ഇട്ട് കൊടുത്തു, ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു, സോയാ സോസും ഇട്ട് കൊടുത്തു. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, സോയാ സോസിൽ ചെറിയ ഉപ്പിൻ്റെ അളവുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. ഓൾറെഡി നമ്മൾ നൂഡിൽസ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോയാ സോസും കൂടി മിക്സ്ഡ് വെജിറ്റബിളിലേക്ക് ചേർക്കും എന്നുള്ളതും കൂടി ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഉപ്പിൻ്റെ അളവ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് അധികമായി പോയിട്ട് നൂഡിൽസും വെജിറ്റബിളും എല്ലാം കൂടി ഒട്ടിച്ചേർന്നിരിക്കും, ഒന്നൊന്നും വിടാതെ ഇരിക്കും. അതൊരു നല്ല ടെക്സ്ചർ അല്ല. കാണാനും കൂടി ഒരു നല്ലൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ വേഗം നല്ല ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് ചേർത്ത് എടുക്കാം. കണ്ടോ, എപ്പോഴും ഇതുപോലുള്ള വലിയ വോക്ക് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാം മിക്സ് ചെയ്ത് നന്നായി ചേർത്തു. ഏതെങ്കിലും ഒരു പോർഷനിൽ ഇതിൻ്റെ സോസ് പിടിക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് നോക്കി നമ്മൾ ഉടഞ്ഞു പോവാതെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. സോസും വെജിറ്റബിളും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് സോസൊന്നും ഒഴിക്കേണ്ട, കാരണം നമ്മൾ ബീഫ് നൂഡിൽസിൽ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മറ്റു നൂഡിൽസ് പോലെയല്ല. വെജിറ്റബിൾ നൂഡിൽസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സോസൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതുപോലുള്ള നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുക, ബീഫ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയണം കേട്ടോ. നമ്മളിടുന്ന ഓരോ വീഡിയോസിനും അഭിപ്രായങ്ങൾ പറയണം. അത് നമുക്ക് വളരെ നല്ലൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.